കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ലോകത്തെവിടെയെങ്കിലും അങ്ങനെ നടക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. രണ്ട് പാർട്ടികൾ തമ്മിൽ കരാറുണ്ടാക്കി കരാർ വ്യവസ്ഥ പിൻവാങ്ങാതെ ഒരു തരത്തിൽ വഞ്ചിച്ച് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാതെ തൊഴിൽ കാത്തിരുന്ന ചെറുപ്പക്കാർക്കുണ്ടായ നഷ്ടം ഇതെല്ലാം വരുത്തി വെച്ച ആളുകൾക്ക് അങ്ങോട്ട് പണവും കൊടുത്ത് പറഞ്ഞു വിടാം എന്ന് പറയുന്നതിന്റെ യുക്തി എനിക്ക് ബോധ്യമാകുന്നില്ല. കെട്ടിടം പണിതല്ലോ, അവിടെ കുറെ പണിയെല്ലാം ചെയ്തല്ലോ, അതിന് കൊടുക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ, സാമാന്യ മര്യാദയല്ലേ എന്നാണ് ചോദിക്കുന്നത്. പൊതുജനങ്ങളുടെ ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടാണ് ഈ സ്ഥലം വാങ്ങി അവർക്ക് കൈമാറിയിട്ടുള്ളത്. അവിടെ എന്ത് സാമാന്യ മര്യാദയുടെ കാര്യമാണ് താങ്കൾ പറയുന്നത്? സാമാന്യ മര്യാദ കാണിക്കേണ്ടത് പൊതുസമൂഹത്തോടാണ്, സർക്കാർ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. ഇവർക്ക് യാതൊന്നും കൊടുക്കാതെ അതിൽ നിന്ന് പിന്മാറുക. വാസ്തവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ, സാധാരണഗതിയിൽ ഈ കരാർ പാലിക്കാതെ പോകുമ്പോൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് പണം ഈടാക്കുകയാണെന്നുള്ളതാണ് സാമാന്യ യുക്തിക്ക് തോന്നുന്നത് പോലും. പിന്നെ എന്ത് സാമാന്യ മര്യാദയെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത്? മാധ്യമ പ്രവർത്തകയാണ് ഞാൻ. അവിടെ നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോയ നിരവധി കുടുംബങ്ങളെ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ അന്ന് അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തെങ്കിലും ആവട്ടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ, ഞങ്ങളുടെ മക്കളടക്കമുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കുമല്ലോ എന്ന് എന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞ മനുഷ്യരുടെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീ അരുൺകുമാർ,